അനിൽ അംബാനിയുടെ ഓഫീസുകളിൽ റെയ്ഡ്. വായ്പാ ക്രമക്കേട് കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് നടക്കുന്നത്. ഭുവനേശ്വറിലെയും കൊൽക്കത്തയിലെയും ഓഫീസുകളിലാണ് റെയ്ഡ് നടക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്നും ആതിര സരസ്വതാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആതിര, എന്തൊക്കെ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്നത്? ലക്ഷ്മി, വായ്പാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇന്നലെ വിസ്വാൾ ട്രേഡ്ലിംഗ് എന്ന സ്ഥാപനത്തിൽ റെയ്ഡ് നടന്നിരുന്നു. അതിനെ തുടർന്ന് നിരവധി രേഖകൾ കണ്ടെത്തിയിരുന്നു. ഇതിന് ശേഷമാണ് ഇന്നും ഇതിന് പിന്നാലെ റെയ്ഡ് നടക്കുന്നത്. ഭുവനേശ്വറിലെ 3 സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും കൊൽക്കത്തയിലെ ഒരു സ്ഥാപനം കേന്ദ്രീകരിച്ചുമാണ് റെയ്ഡ് നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 3 ഇടങ്ങളിലായി റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു. 3 ദിവസങ്ങളായി റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ 35 ഇടങ്ങളിലായി 50 സ്ഥാപനങ്ങളിലാണ് റെയ്ഡ് നടന്നിരുന്നത്. അതിൽ 25ഓളം പേരെ ചോദ്യം ചെയ്തിരുന്നു. നിരവധി രേഖകൾ കണ്ടെത്തിയിരുന്നു. ഇതിൽ ഇലക്ട്രോണിക് രേഖകൾ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നിലനിൽക്കെ തന്നെയാണ് ഭുവനേശ്വറിലും കൊൽക്കത്തയിലും ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ് ബാങ്കുമായി ബന്ധപ്പെട്ട കേസിലാണ്, 3000 കോടി രൂപ തട്ടി എന്ന കേസിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ED ഓഗസ്റ്റ് 5-ന് അനിൽ അംബാനിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് റെയ്ഡ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരം റെയ്ഡുകൾ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ലക്ഷ്മി, ആതിര സരസ്വതാണ് നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.